നമസ്കാരം. ബഹിരാകാശത്തു നിന്നും യാത്രിക സുനിത വില്യംസും സഹയാത്രികൻ ബാരി യൂജിൻ ബുഷ് വിൽമോറും തിരിച്ചെത്താൻ ഇനിയും വൈകുമെന്ന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ അറിയിച്ചു. 18-ാം തീയതി തിരിച്ചെത്തുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് ഈ തീയതി 22 എന്നാൽ ഇവർ യാത്ര ചെയ്ത ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ ബഹിരാകാശ പേടകം ജൂൺ 26 മാത്രമേ തിരിച്ചെത്തൂ എന്നാണ് പുതിയ അറിയിപ്പ്. ബഹിരാകാശ പേടകം ബോയിങ് സ്റ്റാർലൈനറിൻ്റെ തിരിച്ചുവരവ് വീണ്ടും നാസ നീട്ടിവെച്ചതായുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇന്ത്യൻ വംശജ സുനിത വില്യംസ് അടക്കമുള്ള ബഹിരാകാശ യാത്രികർ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തിരികെ വരാനുള്ള തീയതി ജൂൺ 22 നേരത്തെ നീട്ടിയിരുന്നു. നേരത്തെ അത് ജൂൺ 18 രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ അപകടകാരിയായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി എന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് ദൗത്യം നീട്ടിവെച്ചത്. സുനിത വില്യംസിനും സഹയാത്രികൻ ബാരി യൂജിൻ ബുഷ് വിൽമോറിനും ബഹിരാകാശ നിലയത്തിൽ കൂടുതൽ ദിവസങ്ങൾ ചെലവഴിക്കേണ്ടി വരും. മടക്കയാത്ര നീട്ടിയതോടെ മൊത്തം ദൗത്യം ഏതാണ്ട് 2 ആഴ്ചയിലധികം ആകും എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. പേടകം പുറപ്പെടുന്നതിന് മുൻപ് നാസ ഉദ്യോഗസ്ഥർ തെക്ക് പടിഞ്ഞാറൻ അമേരിക്കയിലെ ലാൻഡിംഗ് സ്ഥലങ്ങളുടെ കാലാവസ്ഥാ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ആൻറ്റി മൈക്രോബിയൽ മരുന്നുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയയായ എൻറ്ററോബാക്ടർ ബുഗൻഡൻസിനെയാണ് ബഹിരാകാശ നിലയത്തിൽ കണ്ടെത്തിയത്. ശ്വാസകോശത്തെ മാരകമായി ബാധിക്കുന്ന ഇവയെ സൂപ്പർ ബഗ് എന്ന് വിളിക്കുന്നു. ഏറെക്കാലമായി നിലയത്തിൽ ഉണ്ടായിരുന്നവയാണ് ഇവ. അതിനുള്ളിലെ അടഞ്ഞ അന്തരീക്ഷത്തിൽ ജനിതക മാറ്റത്തിലൂടെ കൂടുതൽ ഈ ബാക്ടീരിയ ശക്തി ആർജിച്ചിട്ടുണ്ട് എന്നും ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തി. ഭൂമിയിൽ നിന്ന് ബഹിരാകാശ സഞ്ചാരികളിലൂടെയാണ് ഇവ നിലയത്തിൽ എത്തുന്നത്. 24 വർഷത്തോളം ബഹിരാകാശത്ത് കഴിഞ്ഞ ബാക്ടീരിയകൾ ഇതേ ഗണത്തിൽപ്പെടുന്ന ഭൂമിയിലെ ബാക്ടീരിയകളെക്കാൾ ഏറെ അപകടകാരികളാണ്. നിലയത്തിൽ കഴിയുന്ന ബഹിരാകാശ യാത്രികരുടെ ശരീരത്തിലെ പ്രതിരോധശേഷി ഭൂമിയിലേതിൽ നിന്ന് വ്യത്യസ്തമായതിനാൽ ഭൂമിയിലെ ചികിത്സാരീതികൾ എത്രത്തോളം ഫലപ്രദമാകും എന്നും പറയാനാവില്ല. കാലിഫോർണിയയിലെ നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലാബറട്ടറി ശാസ്ത്രജ്ഞൻ ഡോക്ടർ കസ്തൂരി വെങ്കടേശ്വരനാണ് പഠനത്തിന് നേതൃത്വം നൽകിയത്. സുനിത വില്യംസും വിൽമോറും ജൂൺ 6 പുതിയ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. നിലയത്തിലുള്ള മറ്റ് 7 പേർ ദീർഘകാലമായി അവിടെയുള്ളവരാണ്. ബാക്ടീരിയ കണ്ടെത്തിയതോടെ കൂടുതൽ നിരീക്ഷണത്തിന് ശേഷമേ സുനിതയ്ക്കും വിൽമോറിനും ഭൂമിയിലേക്ക് മടങ്ങിയെത്താനാവൂ. അതിനാലാണ് യാത്ര വൈകുന്നത് എന്നും നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നു. സാങ്കേതിക തകരാറുകൾ കാരണം നിരവധി തവണ സ്റ്റാർലൈനറിൻ്റെ യാത്ര മുടങ്ങിയിരുന്നു. 10 ദിവസത്തിനകം സഞ്ചാരികൾ മടങ്ങിയെത്തുമെന്നാണ് നാസ ആദ്യം പറഞ്ഞിരുന്നത്. അതാണ് ഇപ്പോൾ ദിവസങ്ങളോളം നീളുന്നത്. സ്റ്റാർലൈനറിൻ്റെ കഴിവുകൾ മനസ്സിലാക്കുന്നത് തുടരുകയാണ് എന്നാണ് നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം മാനേജർ സ്റ്റീവ് സ്റ്റിച്ച് അഭിപ്രായപ്പെട്ടത്. സുനിതയും വിൽമോറും ഇക്കാലയളവിൽ സ്റ്റാർലൈനറിനെ പറ്റി കൂടുതൽ വിലയിരുത്തലുകൾ നടത്തും. പേടകത്തിലെ പിൻഭാഗത്തെ 8 ത്രസ്റ്ററുകളിൽ 7 പ്രവർത്തിപ്പിക്കുന്നതടക്കം ഹോട്ട് ഫയർ ടെസ്റ്റ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. സുരക്ഷിതമായി തിരിച്ചിറങ്ങുന്നതിനുള്ള സംവിധാനങ്ങളുടെ പരിശോധനയും പരീക്ഷണവും നടക്കും. സ്റ്റേഷനിൽ കൂടുതൽ സമയം ചെലവിടാനും അമൂല്യമായ ഡേറ്റ നൽകുന്ന കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താനും അവിശ്വസനീയമായ അവസരമാണ് ഇതെന്നും ബോയിങ്ങിൻ്റെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം വൈസ് പ്രസിഡന്റും പ്രോഗ്രാം മാനേജറുമായ മാർക്ക് നാപ്പി പറഞ്ഞു. മാറ്റിവെക്കാനുള്ള സാധ്യതയോടെ തന്നെയാണ് ദൗത്യം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നും നാസ വ്യക്തമാക്കിയിരുന്നു. നാസയ്ക്കും ബോയിങ്ങിനും പഠനത്തിനും നിരീക്ഷണത്തിനും ധാരാളം സമയവും അവസരവുമുള്ള ദൗത്യമാണ് ഇതെന്നും ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു. സ്റ്റാർലൈനറിൻ്റെ ഷെഡ്യൂൾ ചെയ്ത മടങ്ങിവരവ് ഇത് 3-ാം തവണയാണ് വൈകുന്നത്. ജൂൺ 9 പ്രഖ്യാപിച്ചതനുസരിച്ച് ജൂൺ 18 ആയിരുന്നു മടങ്ങിവരവ്. പിന്നീട് തീയതി പുനഃക്രമീകരിച്ച് 22 ഇപ്പോൾ വീണ്ടും മാറ്റി 26 എത്തിയിട്ടുണ്ട്. ബഹിരാകാശ നിലയത്തിലെ സഞ്ചാരികൾക്ക് എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി തയ്യാറാക്കാനും നടപ്പിലാക്കാനും അധിക സമയം ആവശ്യമായതിനാലാണ് യാത്ര നീട്ടിയത് എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉള്ളതാണ് സ്റ്റാർലൈനർ വിക്ഷേപണം. ഇതോടെ ബഹിരാകാശത്തേക്കുള്ള പരീക്ഷണ ദൗത്യത്തിൽ പേടകം പറത്തുന്ന ആദ്യ വനിതയായി സുനിത വില്യംസ് മാറി. നിലവിൽ 322 ദിവസം സുനിത ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുണ്ട്. അമേരിക്കൻ നേവൽ അക്കാഡമിയിൽ പഠിച്ചിറങ്ങിയ സുനിത 98 നാസയുടെ ബഹിരാകാശ സഞ്ചാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇവരുടെ 3-ാമത്തെ ബഹിരാകാശ യാത്രയാണ് ഇത്. ആദ്യ യാത്ര 2006 ഡിസംബർ 9